അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കണോ എടുക്കണ്ടയോ എന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം ട്രാക്കിൽ കയറി വരുന്നതല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ ലീവാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല തോന്നി. കാരണം നമ്മുടെ ചാനലിൽ പഴയ റീച്ചിലോട്ട് എനിക്ക് കൊണ്ടുവരണം. അപ്പോൾ പഴയ റീച്ചിലോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഫേർട്ട് എടുക്കണം, ഡെയിലി പോസ്റ്റ് ചെയ്യണം, വ്യൂസ് നമ്മൾ നോക്കുക വേണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ യൂട്യൂബിനെ ശല്യം ചെയ്ത് യൂട്യൂബ് നമ്മുടെ വീഡിയോ പലരിലോട്ടും എത്തിക്കും കേട്ടോ. കാണുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ. അതൊക്കെ ഒരാൾ കണ്ട് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ വീഡിയോസിന് വ്യൂസും കാര്യങ്ങളൊക്കെ വരും. അപ്പം നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം. ആരൊക്കെ കാണുന്നുണ്ടോ അവരിപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചായ പോയി കുടിക്കണം. പിന്നെ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ്? ദോശ 2 ദിവസമായിട്ട് ദോശ ഉണ്ടാക്കി. ഇഡലിക്ക് ഞാൻ ആട്ടി എടുത്തിട്ടില്ല കേട്ടോ. ഇഡലിക്ക് ഒരു ദിവസം ആട്ടാൻ വേണ്ടിയിട്ട് ഇടണം. അപ്പം ഞാൻ എന്തായാലും ഈ വീക്കെൻഡ് വീട്ടിൽ പോകുന്നുണ്ട്. ആ സമയത്തിനോട് അടുപ്പിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ചായ കുടിച്ച ശേഷം ഞാൻ വേഗം പോയിട്ട് ഫ്രണ്ട് ഏരിയ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറ്റം അടിച്ചു വാരണ്ട. പിന്നെ നമ്മുടെ ഗുപ്തിന് ഊതി ചായ കുടിക്കുന്ന പോലെ ഞാൻ ഊതി ചായ കുടിച്ചു. ഞാൻ പക്ഷെ ചൂടായതുകൊണ്ടല്ല, എൻ്റെ ചായയിൽ ഇങ്ങനെ പാലിൻ്റെ പാട വന്ന് കിടക്കും. അപ്പം അതിനെ അങ്ങോട്ട് ഊതി മാറ്റുന്നതാണ് കേട്ടോ. അത്യാവശ്യം തിക്കുള്ള ചായയല്ലേ ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഇതാ വേഗം പോയിട്ട് ചവിട്ടിയൊക്കെ ഒന്ന് വിരിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഉള്ളിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടണം കേട്ടോ. തട്ടിക്കുടഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ റൂമിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ കിടന്നിട്ടേ ഇല്ല. കാരണം ഇന്നലെ എന്തോ എൻ്റെ റൂമിൽ AC ഓൺ ആയില്ല കേട്ടോ. ഞാൻ പിള്ളേരുടെ റൂമിൽ പോയിട്ടാണ് കിടന്നത്. അപ്പോൾ വലിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും ഇങ്ങനെ വിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് തട്ടിക്കുടഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ 3 AC ഓൺ ആക്കുമ്പോൾ വോൾട്ടേജിന്റെ പ്രശ്നമാണ് തോന്നുന്നു. ഒരു AC ഓൺ ആവാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ പിന്നെ ഞാൻ കുട്ടികളുടെ റൂമിൽ പോയി കിടക്കും. അല്ലെങ്കിലും അതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു AC ഓൺ ആക്കുന്നത് എത്രത്തോളം കറണ്ട് ബില്ല് കൂട്ടുമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ പറഞ്ഞാൽ കുട്ടികളൊക്കെ വലുതായി, അവരുടെ പ്രൈവസി അത് ഇത് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ നോക്കാത്തത്. പിന്നെ നോക്കാം അല്ലേ, ഈ 2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ പിള്ളേരെന്നെ ചവിട്ടി പുറത്താക്കുന്നോട്ടോ. ചവിട്ടി പുറത്താക്കണവരെ എന്തായാലും കിടക്കാല്ലേ. അങ്ങനെ ഇന്നലെ ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ, അതായത് 11:30 വരെ ഞാൻ നോക്കി. അപ്പോൾ AC ഓൺ ആയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവരുടെ റൂമിൽ പോയപ്പോ അയാന്റെ ബെഡിൽ ധാരാളം സ്പേസ് ഉണ്ട്. അവനൊരു മൂലയില കിടക്കുക. അപ്പൊ ഞാൻ അവനെ തട്ടി വിളിച്ചിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ സ്വത്തു എന്ന് പറഞ്ഞു. അതെന്താ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായപ്പോ ഞാന് പോയി കിടന്നു. പെട്ടെന്ന് അവന് ഉറക്കത്തു നിന്ന് എണിച്ചപ്പോ ഞാൻ അവിടെ കിടക്കണത് ഇരുട്ടത്ത് കാണല്ലേ. ആള് ശരിക്കും പേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കാരണം ഞാൻ ഇപ്രാവശ്യം പറഞ്ഞിട്ടാണ് കിടന്നത്. അതുപോലെ തന്നെ എനിക്ക് ബർത്ത്ഡേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഫോട്ടോ ഉള്ള ഒരു ഫ്രെയിം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അത് എന്ത് ചെയ്തു, കുട്ടികളുടെ റൂമിൽ വെച്ചേ. അപ്പോൾ അത് ഭയങ്കര ഞാൻ ഭയങ്കര ഒരു വെളുത്തിട്ടാണ്. അപ്പൊ എത്ര ഇരുട്ടത്താണെങ്കിലും അത് കാണാൻ പറ്റും. ആ ഒരു വെളിച്ചം ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ റൂമിൽ വെക്കുമ്പോ അവന് ഒരു ദിവസം അതെടുത്തിട്ട് വന്നിട്ട്, ചിനുമ്മ ഇത് ഞങ്ങളുടെ റൂമിൽ വെക്കണ്ട, രാത്രി ഇരുട്ടത്ത് കാണുമ്പം ഇടക്കിടക്ക് ഞാൻ പേടിക്കാറുണ്ട് പറഞ്ഞു കേട്ടോ. അതോടുകൂടി ഞാൻ ഏതോ ഒരു സാധനത്തിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ ആരും അത് കണ്ട് പേടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഹാളിലുള്ള മാറാൽ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്, പൊടിയും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതൊക്കെ ഹാളിൽ മാത്രമേ ജസ്റ്റ് തട്ടിയിട്ടുള്ളൂ. മൊത്തത്തിൽ തട്ടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത്രയും പൊടിയുണ്ട്. 1 മാസം ആവണേ ഉള്ളൂ കേട്ടോ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാല്. പക്ഷെ എന്താണെന്നറിയില്ല, റോഡ് സൈഡ് ആയതുകൊണ്ടായിരിക്കാം ഇത്രയും പൊടികളൊക്കെ. പിന്നെ ഈ സമയത്ത് ഒന്നുകൂടി പൊടി വരും. സെറ്റൊക്കെ ഞാൻ എന്നും തട്ടിക്കുടഞ്ഞിട്ടാണ് ഞാൻ അടിച്ചു വാരി എടുക്കാറ്. അതുകൊണ്ടായിരിക്കാം മേ ബി അതിലൊന്നും വലിയ പൊടി ഇല്ലാത്തത്. പക്ഷെ വെക്കമിട്ട് കഴിഞ്ഞാൽ അറിയാം കേട്ടോ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഇതാ കംപ്ലീറ്റ് ഒന്ന് ഞാൻ എല്ലായിടത്തെയും മാറാല തട്ടിയത് ഇങ്ങനെ താഴെ വീണിട്ടുണ്ട്. ഫാനിലാണ് കേട്ടോ, എല്ലാ റൂമിലും ഉണ്ട് ഫാനിൽ. പക്ഷെ ഞാൻ ഇന്ന് ഹാളിലത്തെ മാത്രമേ ക്ലീൻ ആക്കിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ക്ലീൻ ആക്കണം. കാരണം പെട്ടെന്ന് പോയി തട്ടിയ ബെഡ്ഷീറ്റിൽ
മൊത്തമാകും. അപ്പോൾ ബെഡ്ഷീറ്റ് കഴുകാൻ എടുക്കുന്ന ദിവസം പോയി തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 ലാഭമല്ലേ ഉള്ളത്. അങ്ങനെ ഹോളും കുട്ടികളുടെ റൂമും എൻ്റെ റൂമും എല്ലാവരുടെ റൂമും ഒക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അടിച്ചു വാരി കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ഫുള്ള് അങ്ങനെ വയ്യർത്തന്റെ ദേഹത്തുനിന്ന് ഒരു കുടം വെള്ളം വിയർപ്പ് പോകുന്നുണ്ടോന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വിയർക്കുന്നത്. വീട്ടില് കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള വിയർപ്പ്, ജിമ്മിൽ പോയാൽ അതിന്റെ വിയർപ്പ്, മൊത്തത്തിൽ ഞാൻ ഇച്ചിരി ഒന്നും വെള്ളം കുടിച്ചാൽ പോരാ എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഏറ്റവും ഇത് എൻ്റെ സ്കിന്നിന് നല്ല ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ട്. ഇന്നലത്തെ കുറച്ച് വേസ്റ്റ് കളയാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് തെങ്ങിൻ്റെ ചോട്ടിൽ കളഞ്ഞിട്ട് വന്നു. ഫുഡ് വേസ്റ്റ് ഞാൻ എപ്പോഴും തെങ്ങിൻ്റെ ചോട്ടിലിടും. പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റാണ് ഇതുപോലെ ചാക്കിലാക്കും കേട്ടോ. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്നാൽ അവരെടുത്തിട്ട് പോകും. നമ്മുടെ വീട്ടിൽ നിന്നാണ് അത്ര ഏറ്റവും കൂടുതൽ വേസ്റ്റ് കിട്ടണമെന്നാണ് അവർ പറയാറ്. നമ്മളങ്ങനെ കത്തിക്കാറില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ പാത്രം കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാം. ബ്രെഡും പിന്നെ ബുൾസൈ 2 ഭാഗം വേവിച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രെഡൊക്കെ പാക്കറ്റിൽ നിന്ന് എടുത്ത് ഞാൻ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. എന്റെ കമന്റിന് റിപ്ലൈ തരൂ. എന്തായിരുന്നു നിഷ ലത്തീഫ് കമന്റ്? എന്തായിരുന്നു ഒന്ന് പറയൂ കേട്ടോ, എന്താണെന്നുള്ളത്. നേരത്തെ ഏതെങ്കിലും വീഡിയോയിലാണോ കമന്റ് ഇട്ടത്? ഞാൻ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നതിന് ശേഷം വീണ്ടും കുറേ കമന്റ്സ് വരാറുണ്ട്. അപ്പൊ എനിക്ക് അത് പിന്നീട് നമ്മൾ നോക്കൂലല്ലോ, അത് കുറേ കഴിഞ്ഞിട്ട് നോക്കുക ഏതായിരുന്നു കമന്റ് എന്നുള്ളതെന്ന് പറയൂ കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലത്തെ, അതായത് 2 ദിവസം മുന്നത്തെ വീഡിയോയിൽ കുറച്ച് കമന്റ് ഉണ്ട്. എൻ്റെ നെയിം ഷാഹിന ഷമീം എന്നാണ്. ഇത്താക്ക് സുഖാണോ ചോദിക്കുന്നുണ്ട്. അതേ മുത്തേ, സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഹായ് ജിനി, വീഡിയോ സൂപ്പർ. ജിനി പെരുന്നാളിനിട്ട ചുരിദാറിന്റെ ലിങ്ക് ഉണ്ടോ? അത്രയ്ക്ക് ഇഷ്ടമായോണ്ട് ചോദിച്ചതാട്ടോ. ഞാൻ കുറേ കമന്റ്സിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നാളെ ഞാൻ ഇതിന് റിപ്ലൈ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റിപ്ലൈ അയക്കാട്ടോ. മക്കൾക്ക് സുഖം തന്നെയല്ലേ? മറുപടി അറിയിക്കണം. ഇൻഷാല്ലാ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉപ്പാക്കും ഉമ്മാക്കും എത്ര മക്കളാ ചോദിക്കുന്നുണ്ട്. ഒരേ ഒരു മോനേ ഉള്ളൂ. ഈ കമന്റ് വായന നല്ല രസമാണ് പറയുന്നുണ്ട്. താങ്ക് യു. ഇപ്പൊ മുറ്റടിച്ചു വാരുന്നത് കാണിക്കാറില്ലേ? ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ട് മുറ്റടിച്ചു വാരുന്നത്, ഫുള്ളായിട്ട് കണ്ടോട്ടോ. പിന്നെ സുഖാണോ നൈസ്, ഞാൻ UDF-നാണ് വോട്ട് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഭർത്താവിനും ഉമ്മാക്കും ഉപ്പാക്കും സുഖം തന്നെയല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, സുഖമായിട്ടിരിക്കുന്നു. അബ്ദുൽ റഹീം എടപ്പാൾ തലമണ്ട നല്ല രസമല്ലേ പേര്. അപ്പോൾ ചോദിച്ചതിന് നന്ദിയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. നിഷ ലത്തീഫ് എന്താ ചോദിച്ചു എന്നുള്ളത് ഒന്നും കൂടെ എനിക്ക് കമന്റ് ചെയ്യണേ ഈ ഒരു വീഡിയോയിൽ കേട്ടോ. പിന്നെ എൻ്റെ കമന്റ് മനസ്സിലായില്ല. ഇല്ല മുത്തേ, മനസ്സിലായിട്ടില്ല. അത് എന്താണെന്നുള്ളത് ശരിക്കും ഒന്നും കൂടി അയച്ചു തരണേ. പിന്നെ സൂപ്പർ വ്ലോഗ് എന്ന് പറയുന്നുണ്ട്. ബാംഗ്ലൂർ പോയ ഒരു ഫീൽ ജിനി ചീര പറിക്കുന്ന ഭാഗം കണ്ടപ്പോൾ. അതെന്താ, ബാംഗ്ലൂരിൽ അങ്ങനെയാണോ? എനിക്കറിയില്ല കേട്ടോ. പിന്നെ കുറെ പേര് സൂപ്പർ അവിടെ മഴയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, മഴ ഒട്ടും ഇല്ല കേട്ടോ. ഭയങ്കര ചൂടാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചായ ഉണ്ടാക്കണം കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്, മാഷാഅല്ലാ. ദുആയിൽ ഉൾപ്പെടുത്തണേ. അസ്സലാമു അലൈക്കും. ഹായ് ജിനി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. വലൈക്കും അസ്സലാം. എപ്പോഴും നമ്മളെയും ദുആയിൽ ഉൾപ്പെടുത്തുക. പിന്നെ ജിനിയുടെ സിസ് എറണാകുളത്ത് എവിടെയാണ്? സ്ഥലത്തിന്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് കിട്ടണില്ല മുത്തേ. എറണാകുളം എന്നല്ലേ നമ്മൾ പറയുള്ളൂ. പിന്നെ ജിനി ഇന്നും അടിപൊളി വീഡിയോ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ അങ്ങനെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് FB-ലോട്ട് പോകാം അല്ലെ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാൻ ചായ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രം കുറേ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. എന്താണ് പിന്നെ എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണം വരുന്നുണ്ട് 19-ാം തീയതി. അതിന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറെ ഫ്രണ്ട്സിനെ കാണുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ജിനിന്റെ ഫ്രണ്ടിന്റെ കല്യാണോ? അതെ, എൻ്റെ ഒരു 2 ഫ്രണ്ട്സാണ് എൻ്റെ ഓർമ്മയില് അറിവില് ഇനി കെട്ടാനുള്ളൂ. അതിൽ ഒരാൾ ഇനിയും കെട്ടിയിട്ടില്ല. ഒരാളുടെ
കെട്ടാൻ പോകുന്നു. ഇൻഷാല്ലാ നല്ല രീതിയിൽ കല്യാണമൊക്കെ കഴിയട്ടെ, നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റട്ടെ അല്ലെ. പിന്നെ FB-ൽ ഇതാ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ മണ്ണുകളോ ചോദിച്ചിട്ടുണ്ട്. അറിയാണ്ട് അങ്ങനെയൊക്കെ വന്നു പോയി. പിന്നെ എനിക്ക് ജിനിയുടെ വീഡിയോ കാണാൻ ഏറ്റവും ഇഷ്ടം നമ്മൾ അയക്കുന്ന മെസ്സേജിന് റിപ്ലൈ തരും എന്നതാണ്. അത് ജിനിയുടെ ഒരു ക്വാളിറ്റിയാണ് പറയുന്നത്. താങ്ക് യു സോ മച്ച്. ഞാൻ മാക്സിമം കൊടുക്കാറുണ്ട്. ചില സമയത്ത് നമ്മൾ വ്ളോഗ് ഇട്ട് കഴിഞ്ഞിട്ടാണ് കമന്റ് ഇടുന്ന വെച്ചാൽ നമുക്ക് ആ ഒരു വ്ളോഗിൽ, അതായത് വ്ളോഗ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ കേട്ടോ. അപ്പൊ ഇന്നും ഞാൻ കുറച്ച് ചീര വലിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പരിപ്പും ചീരയും വെക്കാന്ന് വിചാരിച്ചിട്ടാ. ഇത്രയും ഫ്രഷ് ചീര ഉണ്ടാവുമ്പോ നമ്മൾ എങ്ങനെയാ വലിക്കാണ്ടിരിക്കുക അല്ലേ. അപ്പൊ ഞാന് കുറേ ചീര, കുറേ അല്ല കുറച്ച് ചീര വെക്കുമ്പോഴാണ് എനിക്ക് എപ്പോഴും സൂപ്പറായിട്ട് തോന്നാറ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ചീര വലിച്ചിട്ട് തണ്ടോട് കൂടി തന്നെയാണ് കേട്ടോ നന്നാക്കി എടുക്കുന്നത്. ഈ അറ്റത്തെ തണ്ട് മാത്രം കുറച്ച് മുറിച്ച് കളയും. പിന്നെ ചീരന്റെ അവിടെ ഉള്ള ഒരു പൂവ് ഉണ്ടാവില്ലേ, വിത്താണ് അല്ലേ, അതിനെ ഞാൻ കട്ട് ചെയ്ത് കളയും കേട്ടോ. ഇങ്ങനെ നിലത്തൂടെ ഇങ്ങനെ മുളച്ച് ഇങ്ങനെ വരുന്ന ചീരയ്ക്ക് എന്താ പേര് പറയാന്നുള്ളത് അറിയോ? ഇവിടെ കുപ്പച്ചീര എന്ന് പറയണേക്കാട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയാ? ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയില്ല. എന്താ പറയാന്നുള്ളത് കമന്റ് ചെയ്യാട്ടോ. അങ്ങനെ നമുക്ക് ഇടയിൽ ഒരു കോളം വന്നിട്ടുണ്ടായിരുന്നു. കോൾ അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാൻ എന്തായാലും സമയം ഉണ്ടാവില്ല. അപ്പോൾ ചീരയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ചീര അതുപോലെ കട്ട് ചെയ്ത ശേഷം ഞാനൊന്ന് കഴുകിയും കൂടി എടുക്കുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്യുന്നതിന് മുമ്പ് കഴുകണം വിചാരിച്ചതിന്, പക്ഷെ മറന്നുപോയിട്ടോ. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പരിപ്പ് അതിന് മുമ്പേ നിന്ന് കഴുകി. ഇനി പരിപ്പിലോട്ട് ഞാൻ കോള് വന്ന കാരണം എനിക്ക് കൂടുതൽ സാധനങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചു. ബാക്കിയുള്ളതൊക്കെ ഇനി കറി വെക്കുമ്പോൾ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീരയും കൂടി ഒന്ന് കഴുകിയെടുക്കണം. ഇതുപോലത്തെ പാത്രത്തിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചീര കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇല പോവില്ല, എന്നാൽ നന്നായിട്ട് ക്ലീൻ ആവും ചെയ്യും. നന്നായിട്ട് പൈപ്പ് നല്ലപോലെ അങ്ങോട്ട് അടിച്ച് കഴുകുക കേട്ടോ. ഇവിടെ കുക്കറിൽ വിസിൽ വന്നിട്ട് നല്ല സൂപ്പർ വെയിലത്ത് അങ്ങനത്തെ അവിടെയൊന്നും പോവില്ല. ഞങ്ങളിന്ന് അതാ ഒരു നിലത്താണ് കൂട്ടണ വിചാരിക്കുന്ന അതില് കാണുമ്പോ. ഇങ്ങനെ വരുമ്പോ കുരുവുള്ളത് കണ്ട് പൊരിച്ച് കളയാൻ കംപ്ലീറ്റ് നീറ്റ് ആക്കിയിട്ടാ തരിക. എടുത്തിട്ട് സൈഡിൽ വെച്ചാല് കാറ്റ് കൊണ്ട മാതിരിയായി. അപ്പം നമ്മൾ പുളിയുടെ സീസൺ സമയത്ത് പുളി വാങ്ങിച്ചില്ല കേട്ടോ, അല്ലാണ്ട് കിട്ടിയതാണ്. പുളിയുടെ സീസൺ അല്ലല്ലോ ഇപ്പോൾ, അല്ല എന്നാണ് പറയുന്നത് കേട്ടത്. എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് കാര്യമായിട്ട്. അപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ ഉണക്കം ബാക്കിയുണ്ട്. പിന്നെ കുറച്ച് കുരുകളും അതിലുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉണക്കാൻ ഇട്ടതാണ് ഉമ്മ. പിന്നെ കുരുകൾ ഇനി ഈവനിങ് നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ എടുത്ത് കളയാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഒരു വാഷിംഗ് കഴിഞ്ഞിരുന്നു. നേരത്തെ ഒരു വാഷിംഗ് കഴിഞ്ഞിട്ട് അത് ഉമ്മ ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ വാഷിംഗ് ഞാൻ ഇട്ടു. ഇനിയും ഒരു വാഷിംഗ് ഉണ്ട്. ഒരു ദിവസം ഒരു വാഷ് ചെയ്താൽ പിറ്റേ ദിവസം നമുക്ക് 3 വാഷിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ വാഷിംഗ് ഇട്ടിട്ടാണ് ഞാൻ കിച്ചണിലോട്ട് വന്നത് കേട്ടോ. ഞാനിവിടെ ചോപ്പറിൽ എൻ്റെ അടുത്ത് ഉപ്പേരി മുറിക്കാൻ ചോപ്പർ യൂസ് ചെയ്തുകൂടെ? ചോപ്പർ ഉണ്ട് കയ്യിൽ, പക്ഷെ ഇടയ്ക്ക് എടുക്കാൻ ഒരു മടിയാടോ. അപ്പോൾ നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ജീരകവും ഇട്ടിട്ട് ഞാൻ ഈ ചോപ്പറിൽ എന്തെല്ലാം ഇട്ടു പറഞ്ഞാൽ ഉള്ളിയും പച്ചമുളകും പിന്നെ ബീൻസും ഉണ്ട്, കൊത്തവരയും ഉണ്ട്, ക്യാരറ്റും ഉണ്ട്, എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പേരി വെക്കുന്നത്. ഇനി കുറച്ചായിട്ട് ഫ്രിഡ്ജിൽ വെക്കണ്ടാവാനായിട്ട് കംപ്ലീറ്റ് നന്നാക്കി വെച്ചു. 2 ദിവസത്തെ കഴിക്കേണ്ട ഉപ്പേരി ഉണ്ട് കേട്ടോ. പിന്നെ ചീരക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ തക്കാളി, വലിയുള്ളി, അതുപോലെ പച്ചമുളകും പിന്നെ ഞാൻ വെളുത്തുള്ളിയും കൂടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും ചേർത്തിട്ടുണ്ട്. ശരിക്കും പരിപ്പിലിട്ട് വേവിച്ചാൽ മതി ഇതൊക്കെ. പിന്നെ തേങ്ങയിൽ ഞാൻ ചെറിയ ജീരകവും അതുപോലെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തടച്ച ശേഷം മാത്രമാണ് ഞാൻ ഇല ഇട്ട് കൊടുക്കാറ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചീര പെട്ടെന്ന് വെന്ത് ഇതാവണ്ട, ആ ഒരു തേങ്ങയുടെ പച്ചമണം മാറുമ്പോഴത്തേക്കും ചീര വെന്ത് പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഉപ്പേരിക്ക് തേങ്ങ ഇട്ടിട്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പേരി സെറ്റ് ചീര ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ചീരക്കറി ഭയങ്കര ഇഷ്ടമാണ് പരിപ്പിലിട്ടത്. ചപ്പാത്തിക്ക് ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. തിളച്ച് വന്ന ശേഷം കടുകും
പിന്നെ നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് താളിച്ച് കഴിഞ്ഞാൽ അതും സെറ്റ് കേട്ടോ. ഞാൻ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഉച്ചയ്ക്കുള്ള കുക്കിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചണിന്റെ അവസ്ഥ ഇതാണ്. പിന്നെ ഓരോന്നായിട്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റി ഈ ഭാഗം അങ്ങോട്ട് ക്ലീൻ ആക്കി വെക്കും, പാത്രങ്ങൾ കഴുകി കമഴ്ത്തി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഞാൻ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 പരിപാടിയും കൂടിയും ബാക്കിയുണ്ട്, 2-3 പരിപാടി ബാക്കിയുണ്ട് കേട്ടോ. ഒന്ന് ചോറ് വെക്കണം, പിന്നെ ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഇനി നാളെയോ അല്ലെങ്കിൽ നൈറ്റോ ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചു. ഞാൻ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടുക്കള കംപ്ലീറ്റ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ ആ മാങ്ങ പച്ചടി ഉണ്ടാക്കിയപ്പോൾ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഉപ്പ എന്നും ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ശരി ഇന്നും ഉണ്ടാക്കാൻ വിചാരിച്ചു. അത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണേ ഞാൻ ടേസ്റ്റ് കേട്ടോ. ഒരു ദിവസം ഉണ്ടാക്കിയാൽ പിന്നെ രാത്രിയും ഉച്ചയ്ക്കും അത് കഴിക്കാം, അങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു പകുതി തേങ്ങയിൽക്ക് പകുതി മാങ്ങ, അതാണ് അതിന്റെ കറക്റ്റ് പുളി കേട്ടോ. ഒരുപാട് പുളിയുള്ള മാങ്ങ വേണ്ട കേട്ടോ. അങ്ങനെ വേസ്റ്റ് ഒന്ന് കൊണ്ടുപോയി കളഞ്ഞിട്ട് ഇനി കുറേ പാത്രങ്ങൾ എനിക്ക് കഴുകാനുണ്ട്, അതൊന്ന് കഴുകിയെടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പച്ചടി ഉണ്ടാക്കണം. പിന്നെ വഴുതനങ്ങ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തിട്ട്. അപ്പോൾ വഴുതനങ്ങ ഫ്രൈയും ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് വിളമ്പണ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അത് കാണുമ്പോൾ ഇങ്ങനെ എനിക്കിനെ മതി കേട്ടോ. ഫുള്ള് വെജായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് ഫുള്ള് വെജാട്ടോ, നോൺ വെജേ ഇല്ല. അപ്പൊ നാളെ മേടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ കുട്ടികൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ, കഴിച്ചു പിള്ളേര്. ഇങ്ങനെ ആയപ്പോ എന്തോ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവർ കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്ന് കഴിക്കാൻ മടി കാണിക്കുമോ എന്നുള്ളത്. പിന്നെ ഇതാ വഴുതനങ്ങയില് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി ഇത്രേ ഉള്ളൂ കേട്ടോ ഇടുക. എന്നിട്ട് മസാല പുരട്ടിയാണ്ട് മീന് ആക്കൂലേ, മീനിന് പൊരിക്കണ പോലെ കേട്ടോ. പക്ഷെ ഇത് ഇടയിൽ കട്ട് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ പുഴുക്കൾ ഉണ്ടാവോ എന്നുള്ള പേടിയാ. എന്നാൽ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് അടർത്തി എടുക്കുകയും ചെയ്യണ്ട. കേട്ടോ. ഇനിയിപ്പോ എല്ലായിടത്തും പോയി ഒന്ന് തുടച്ച് കഴിഞ്ഞ് വിസിലടിച്ച് വരുമ്പോഴത്തേക്ക് എനിക്ക് കുളിക്കാനും പോവാട്ടോ. ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് തുടച്ച് വരുമ്പോഴാണ് മിക്കവാറും ഞാൻ കുക്കറിൽ അരി ഇടാറുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ ചൂടുള്ള ചൊറനെ കിട്ടുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ മറ്റേ വഴുതനങ്ങ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടാണ് പോയി തുടക്കാൻ വേണ്ടി നിന്നത്. ഇതുപോലെ ഇരിക്കും കേട്ടോ. അത് കാണുമ്പോൾ ഇത് ഫ്രൈ ആക്കുമ്പോൾ എപ്പോഴും എനിക്ക് എൻ്റെ ഫ്രണ്ടിന് ഓർമ്മ വരിക കേട്ടോ. അവളെപ്പോഴും അവളുടെ ലഞ്ച് ബോക്സിൽ എപ്പോഴും ഉണ്ടാവും ഇപ്പോൾ ഈ ഒരു ഫ്രൈ കേട്ടോ. അന്നൊന്നും എനിക്ക് അറിഞ്ഞിരുന്നില്ല ഇത് വഴുതനങ്ങയാണെന്നുള്ളത്. ഞാൻ വിചാരിച്ച വല്ല മീനോ മത്തിയോ ഒക്കെ ആയിരിക്കും എന്നാണ്. അപ്പോൾ ഞാൻ മാങ്ങാ പച്ചടി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ നമ്മുടെ വീഡിയോയിലുണ്ട്. തേങ്ങയും മാങ്ങയും ഇടുക, പിന്നെ മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്ന് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും താളിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മാങ്ങ ചമ്മന്തി പച്ചടി റെഡി. ഇതിനെന്ത് പേര് വേണമെങ്കിലും ഇടാം. അപ്പൊ ഞാൻ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇങ്ങനെയായിരുന്നു. നല്ല സുട ചോറ്, അതിലോട്ട് ഞാൻ അവിയൽ ഉണ്ടാക്കിയത് ഇപ്പോഴും കുറച്ച് ബാക്കിയുണ്ട്. അപ്പൊ അത് ഇട്ടു. ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞു ഇനി ഒന്നും പറയണ്ട. പിന്നെ പരിപ്പും ചീരിയും, പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ചക്കര മാങ്ങ, പിന്നെ ഇന്നുണ്ടാക്കിയ നമ്മുടെ പച്ചടി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ചെയ്തത്, ഇനി നമ്മൾ ഉപ്പേരി വെച്ചത്, പിന്നെ കുറച്ച് തൈരും ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ കുശാലായില്ലേ. കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ എല്ലാവർക്കും വിളമ്പി, ഞാനും കഴിച്ചു. ഇതിൽ ചോറ് കാണുന്നില്ല അല്ലേ, മൊത്തം കറികളാണല്ലേ. അല്ലെങ്കിൽ അങ്ങനെയല്ലേ പറയണേ, ചോറ് കുറച്ചും കറികൾ കൂടുതലും, അങ്ങനെ കഴിക്കാനല്ലേ പറയണേ. അന്നും വിചാരിച്ച് കറികൾ അങ്ങോട്ട് ഫുള്ള് കമഴ്ത്തൊന്നും വേണ്ട, ഇത്രയ്ക്കൊന്നും ആവശ്യമൊന്നുമില്ല. ഇതിലൊക്കെ തേങ്ങ അത് ഇത് പറഞ്ഞിട്ടൊക്കെ കൂടുതലല്ലേ. അങ്ങനെ ഇച്ചിരി മാങ്ങ പച്ചടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത്, തൈരും കുറച്ച് മിക്സ് ചെയ്തിട്ട് അതങ്ങനെ കഴിക്കുക കേട്ടോ. അയ്യോ, എൻ്റെ വായിൽ ഇപ്പൊ തന്നെ വെള്ളം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു മുഹബത്ത് കാ സർബത്തിന്റെ ഒരു വീഡിയോ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അകത്തൊക്കെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ആക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് പാൽ ഒഴിക്കുക, പഞ്ചസാര ഇടണ്ട, നമ്മൾ റൂഹബ്സ് ഒഴിക്കൂല. ഈ ഒരു കളറിലുള്ള ഇത് സ്ക്വാഷ് പോലത്തെ സംഭവം കണ്ടിട്ട് എന്നോട് പലരും ചോദിക്കുന്നുണ്ട് അത് എന്താ അറിയാത്തവർ ഇപ്പോഴും കുറേ പേരുണ്ടല്ലേ. അത് റൂഹബ്സയാണ്, റോസിന്റെ ഫ്ലേവർ ആണ് കേട്ടോ. നമ്മുടെ റോസ് പൂവില്ലേ, അതിന്റെ ഫ്ലേവറും സ്മെല്ലും ഒക്കെയാണ് കേട്ടോ അതുള്ളത്. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക, പിന്നെ ചിയാ സീഡ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്, കസ്കസും ഇടാം. അപ്പൊ ഇതും ഒഴിച്ച ശേഷം നമുക്കിതിലോട്ട് റൂഹബ്സ് ഒഴിച്ചു കൊടുക്കുക, പിന്നെ കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. നല്ല തണുത്ത പാല് വേണം കേട്ടോ. പിന്നെ കട്ട് ചെയ്ത് വെച്ച ഡ്രൈ നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക.
അയ്യോ എനിക്കിപ്പോൾ കിട്ടിയ കുടിക്കും, അങ്ങനത്തെ ചൂടാപ്പോൾ നല്ല തണുത്തത് ചില്ലായിട്ടില്ല. അങ്ങനെ എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ സംഗതി സെറ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ച ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. കല്യാണത്തിന്റെ വ്ളോഗൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ ആഗ്രഹം. അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെ എന്താന്നൊക്കെ നോക്കിയിട്ട് മണ്ണാർക്കാട് വെച്ചിട്ടാണ്. എന്തായാലും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. നമ്മുടെ യൂട്യൂബും FB ഇൻസ്റ്റയൊക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ബൈ.